റസൂലുള്ളാഹിന്റെ കാലഘട്ടത്തിൽ മജ്‌ലിസുൻ നൂറോ മഹദറത്തുൽ ബദരിയോ ഇല്ലെങ്കിൽ അതിന്നും നിങ്ങൾക്ക് ദീനല്ല. റസൂലുള്ളാഹിന്റെ കാലഘട്ടങ്ങളിൽ ജീലാനി ദിനങ്ങളില്ലെങ്കിൽ അതിന്നും നിങ്ങൾക്ക് ദീനല്ല. റസൂലുള്ളാഹിന്റെ കാലഘട്ടങ്ങളിലാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഔലിയാക്കൾ കടന്നുപോയത് എങ്കിൽ അവരുടെ ആരുടെയും ചാരം ഇതുവരെ ലോകത്തിന്റെ പ്രവാചകൻ പഠിച്ചിട്ടില്ലെങ്കിൽ അതിന്നും നിങ്ങൾക്ക് ദീനല്ല. പ്രവാചകന്റെ കാലഘട്ടങ്ങളിൽ അവിടുത്തെ ഉമ്മമാര് പള്ളിയിലേക്ക് പോയിട്ടില്ലെങ്കിൽ അതിന്നും നിങ്ങൾക്ക് ദീനല്ല. അന്ന് പോയിട്ടുണ്ടെങ്കിലോ ഇന്നും നിങ്ങൾക്ക് ദീനാ. അന്നുള്ളതേ ഇന്ന് ദീനായി മാറാൻ പാടുള്ളൂ. അന്നില്ലാത്തതൊന്നും ഇന്നും നിങ്ങൾക്ക് ദീനല്ല എന്ന് മഹാനായി ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി നമ്മൾ ആലോചിച്ചൊക്കെ ആ ഖുർആനെന്നും ഹദീസെന്നും വ്യതിചലിച്ചിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് മതമായി നമ്മൾ കൊണ്ടുവന്നത്. ഒറ്റ കാര്യം ചെയ്താൽ മതി, ഒരു ദിവസം മതമായി ചെയ്യുന്ന മുഴുവൻ കാര്യങ്ങളും ടിക്ക് ചെയ്യാം. എന്നിട്ട് അതിൽ 1400 പഴക്കമുള്ളതൊക്കെ നമ്മൾ സ്വീകരിക്കാം. എങ്ങനെ? രാവിലെ എണീറ്റത്, പല്ല് തേച്ചത്, വുളു എടുത്തത്, സുബഹി നിസ്കരിച്ചത്, ഒരു മുഹിയദ്ദീമാല പാടിയത്, ഒരു ഹദ്ദാദ് ചൊല്ലിയത്, പിന്നീട് അവിടെ നിന്ന് മുത്തനബിക്ക് വേണ്ടി സ്വലാത്ത് ചൊല്ലിയത്, പിന്നൊരു നാരിയസ്സലാത്തിൽ പോയത്, പിന്നെ ദുഹാ നിസ്കരിച്ചത്, മുഴുവൻ ഒരു പേപ്പറിൽ ഇങ്ങനെ എഴുതി വെക്കാം. അതിലെ നോക്കി ദന്തശുദ്ധീകരണത്തിന് കൂലിയുണ്ടെന്ന് പറയാൻ 1400 പഴക്കമുണ്ട്. വുളു എടുത്തതിന് പ്രതിഫലമുണ്ടെന്ന് പറയാൻ 1400 പഴക്കമുണ്ട്. സുബഹി നിസ്കാരത്തിന് 1400 പഴക്കമുണ്ട്. മുത്തനബിക്ക് സ്വലാത്ത് ചൊല്ലുന്നതിന് 1400 പഴക്കമുണ്ട്. അതിനിടയിൽ ഒരു മുഹിയദ്ദീമാല അത് 416 കൊല്ലത്തിന് ബ്ലോക്കായി കോഴിക്കോട് നിന്നു. മുത്തനബിക്ക് എത്തിയില്ല കോഴിക്കോട്. കോഴിക്കോട് ഞാൻ കണ്ടന്നാറിവാളൻ കാട്ടിത്തേരും പോലെ കാളി മുഹമ്മദായും നോവർ കോഴിക്കോട്ടൂറ തന്നിൽ പീറന്നോവർ കോർവാഹിതൊക്കെയും നോക്കിയെടുത്തോവർ അവർ ചൊന്ന ബൈത്തീനും ബഹ്ജ കിതാബീനും അങ്ങനെ തക്മീല തന്നീനും കണ്ടോവർ. കോഴിക്കോട്ടുകാരൻ കാളി മുഹമ്മദ് ഉണ്ടാക്കിയതാണ്. എവിടുന്ന? അവർ ചൊന്ന ബൈത്തുന്ന, യാറ് ചൊന്ന ബൈത്തുന്ന. അപ്പൊ തന്നെ എന്റെ ബേസ് മനസ്സിലായില്ലേ? തമിഴ്നാട്. മുത്തനബിയായിട്ട് ഒരു ബന്ധമില്ല. പിന്നെ അങ്ങനെ വന്ന് നമുക്ക് ദുഹാ നിസ്കാരം 1400 പഴക്കമുണ്ട്. കുത്തുബിയത്ത് തമിഴ്നാട്ടിൽ ബ്ലോക്കായി. ഹിജറ 1040 ജനിച്ച് 1115 മരണപ്പെട്ട തമിഴ്നാട്ടിലെ കായൽപട്ടണം സ്വദേശി സ്വദഖത്തുല്ലാഹിൽ കാഹിലിയാണ് കുത്തുബിയത്ത് എഴുതിയത്. അതിനു മുമ്പുള്ള മുസ്ലിങ്ങൾക്ക് അത് പരിചയമില്ല. നാരിയസ്സലാത്ത് ചൊല്ലി ഈജിപ്ത് വരെ എത്തിയുള്ളൂ, മുത്തനബിക്ക് പോയില്ല. അപ്പൊ 1400 എടുക്കാം. അതിലെന്നെ ചൊല്ലിയാ തീരാത്ത അത്രമാത്രം ദിക്റുണ്ട്, അത്രയും സ്വലാത്തുകളുണ്ട്. അതൊക്കെ ധാരാളമായി ചെയ്യുക. പുതുതായി കടന്നു വന്നതിന് നമ്മൾ മാറ്റിവെക്കുക. അപ്പൊ നമ്മുടെ ആൾക്കാർ പറയും എന്തിനീ നന്മൊക്കെ മുടക്കണമെന്നാ പറയാം. ഞാൻ ഇനി ഒരു വാദത്തിന് വേണ്ടി നിങ്ങളോട് സമ്മതിച്ചു തരാം. അതൊക്കെ അമലുസ്സാലിഹാത്താണെന്ന് തന്നെ വിചാരിക്കാം. മജ്‌ലിസുൻ നൂർ, മഹദറത്തുൽ ബദരിയ, കുത്തറാത്തീബ്, ഹദ്ദാദ്, റാത്തി മൗലൂദ്, ജാറം ഉറൂസ്, ആണ്ട്, അഞ്ചാരാവ്, 7, 40 അങ്ങനെയുള്ള മുഴുവൻ ആചാരങ്ങളും അമലുസ്സാലിഹാത്താണ്, ദീനാണ്, പുണ്യകർമ്മമാണെന്ന് തന്നെ വിചാരിക്കാം. നിങ്ങൾ ആലോചിച്ചൊക്കെ നാളെ അള്ളാന്റെ കോടതിയിൽ പരലോകത്ത് ഹാജരാകുമ്പോ 2020-26 വരെയുള്ള മലപ്പുറം ജില്ലയിലെ മലപ്പുറം ടൗൺ പ്രദേശത്തുള്ള മുസ്ലിങ്ങളൊക്കെ അവരുടെ അമലുസ്സാലിഹാത്തിന്റെ ഏടൊക്കെ ആയിട്ട് ഒരു ഭാഗത്ത് നിൽക്കാൻ. അതിൽ ഹദ്ദാദുണ്ട്, റാത്തീബുണ്ട്, മജ്‌ലിസുൻ നൂറുണ്ട്. ഞാൻ 2026 എന്ന് പറഞ്ഞത് 2020 ഉസ്താദിന്റെ ഏടിൽ മജ്‌ലിസുൻ നൂർ ഉണ്ടാവില്ല. കാരണം അത് തുടങ്ങിയിട്ട് 10-12 കൊല്ലമായിട്ടുള്ളൂ. അതിന് മുമ്പുള്ളവർക്ക് അത് പരിചയമില്ല. അപ്പോ അങ്ങനെ കാരണം ഒരു 30 കൊല്ലം പുറകിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നമ്മുടെ നാട്ടിലില്ലാത്ത എന്തൊക്കെ ആചാര 30 കൊല്ലത്തിന് ശേഷം വന്നേ. ഒരു പള്ളിയിൽ ചാർജ് എടുക്കണ ഖത്തീബിന് എന്താ തോന്നിയേ? അത് അദ്ദേഹം അവിടെ അങ്ങനെ നടപ്പിൽ വരുത്താൻ. അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ഈ പറഞ്ഞ ഏടുകളുടെ അമലുസ്സാലിഹാത്തൊക്കെ ആയിട്ട് കുത്തറാത്തീബും മൗലൂദും ആണ്ടും റാലിയും ഒക്കെ ആയിട്ട് ഒരു ഭാഗത്ത് ഇങ്ങനെ നിൽക്കാൻ, മറുഭാഗത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അടക്കമുള്ള സഹാബ അവരുടെ ഏടുകളിൽ നമസ്കാരമുണ്ട്, റവാത്തിബുണ്ട്, തഹജ്ജുദുണ്ട്, വിത്റുണ്ട്, ഖിയാമുൽ ലൈലുണ്ട്, ഖിയാം റമദാനുണ്ട്, സ്വതക്കയുണ്ട്, ജിഹാദുണ്ട്, രോഗസന്ദർശനങ്ങളുണ്ട്, അങ്ങനെ രാത്രി നമസ്കാരങ്ങളുണ്ട്. ഒരുപാട് അമലുകളുമായി അവർ നിൽക്കുക. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി. അബൂബക്കർ റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹു മുത്തനബിയോട് വന്ന് ചോദിക്കുക, റസൂലേ അതെന്താ മലപ്പുറത്തെ ഏടിലെ ഞങ്ങളോടൊന്നും പഠിപ്പിച്ചു തരാത്ത ഒരുപാട് അമലുസ്സാലിഹാത്ത് അതെന്താ റസൂലേ ഞങ്ങളോട് പറഞ്ഞു തരാത്തത്? അത് അബൂബക്കറെ ഉമറെ നിങ്ങൾക്കൊന്നും മനസ്സിലാവാത്തോണ്ട, അത് മലപ്പുറത്തേക്ക് മാത്രം മനസ്സിലായിട്ടുള്ള ഒരു പ്രത്യേക പുണ്യകർമ്മങ്ങളാണ് എന്ന് പറയുന്ന ഒരു ഗതികേട് അള്ളാന്റെ ദീനിനുണ്ടാകുന്ന നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ഉണ്ടോ? 10 പേരെ പറ്റി റസൂലുള്ള പറഞ്ഞ സ്വർഗത്തിലാണ്.
അബൂബക്കർ, ഉമർ, ഉസ്മാൻ, അലി റളിയല്ലാഹു അൻഹും അജ്മഈൻ തുടങ്ങി സഅദുൻ സഈദുൻ സുഹബൈ റംതുൽ ഹാതു അബി ഉബൈദത വബിനിഉ ഫിന്നാശീരിൽ കറാമി. അള്ളാന്റെ ഹബീബിന്റെ നാവ് കൊണ്ട് സ്വർഗമുണ്ടെന്ന് പറഞ്ഞ 10ഓളം വരുന്ന സഹാബ അവരേത് ആചാരങ്ങളെ കൊണ്ട് സ്വർഗത്ത് പോയോ, അവരേത് അനുഷ്ഠാനങ്ങളെ കൊണ്ട് സ്വർഗത്ത് പോയോ, അവരുടെ പാത അനുധാവനം ചെയ്ത് നമുക്കും പൊക്കൂടെ ആ സ്വർഗത്തിലൂടെ. ആ പാതയെ അനുധാവനം ചെയ്ത് പോയിക്കൂടെ? നിങ്ങൾ ആലോചിച്ചൊക്കെ, എന്താണ് മതത്തിൽ പുതുതായ ഒരു ആചാരത്തെ നമ്മളുടെ വക കൊണ്ടുവന്നുള്ള തകരാറ്? പ്രധാനമായിട്ടും 3 കാര്യങ്ങളാണ്. അത് പറഞ്ഞ് ഞാൻ ഇൻഷാ അല്ലാഹ് ഈ സദസ്സിനോട് ഇവിടെ പറയും. ഒന്നാമത്തെ വിഷയം എന്നറിയോ, ഒരാൾ സുന്നത്തനുസരിച്ച് ജീവിച്ചാൽ അവനെ മതപരമായി ചൂഷണം ചെയ്യാൻ ഒരാൾക്കും കഴിയില്ല. ആത്മീയ ചൂഷണം നടക്കൂല. ഈ ടേബിൾ നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? ഇവിടെ കോഴിമുട്ടല്ല, ഈത്തപ്പഴല്ല, തേന്റെ കുപ്പിയില്ല. 786-ന് 313-ന് 6666-ന്റെ കച്ചവടം ഇവിടെ നടക്കൂല. ഇല്ല. നിങ്ങൾ ആലോചിക്കുക, ആത്മീയ ചൂഷണങ്ങൾ നടക്കില്ല. ഇനി സുന്നത്താണോ? ഇസ്ലാമിന്റെ ഒരു ആരാധനകളും തകരില്ല. പക്ഷെ ബിദ്അത്ത് വന്നാൽ ഇസ്ലാമിന്റെ യഥാർത്ഥമായ സുന്നത്തുകൾ തകരും. സുന്നത്താണോ? അതിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് കളങ്കമില്ലാതെ നിലകൊള്ളും. ബിദ്അത്ത് വരുമ്പോഴാണ് അള്ളാഹു അല്ലാത്തവരോട് തേടുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവുക. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഇപ്പോ ഇസ്ലാമിൽ ഏത് ആചാരങ്ങൾ എടുത്തോ അവിടെ ഒരിക്കലും പൈസന്റെ ഇടപാടുകളെ അള്ളാഹിനോട് മാത്രം തേടാൻ 5 നയാ പൈസന്റെ ചെലവുണ്ടോ? നമുക്ക് ഇല്ല. വൈദേശികനോട് തേടണമെങ്കിൽ മിനിമം 2 കിലോ അരിയും 2 കിലോ ചിക്കനും ഒരു 1000 രൂപ കൈമുടക്കില്ലാണ്ട് നടക്കൂലല്ലോ. അള്ളാഹിനോട് മാത്രം തേടാൻ 5 നയാ പൈസന്റെ ആവശ്യമില്ല. ഇപ്പൊ നമ്മുടെ നാട്ടിലുണ്ടാക്കി അൽഫാത്തിഹ വിളിക്കാന്ന് പറഞ്ഞ ചടങ്ങില്ലേ? പുതുമണവാളൻ ഇറങ്ങുമ്പോ അൽഫാത്തിഹ, നിക്കാഹ് നടന്നാലും അൽഫാത്തിഹ, ഗൾഫിലേക്ക് യാത്ര തിരിക്കുമ്പോഴും അൽഫാത്തിഹ, മയ്യത്തിറക്കുമ്പോഴും അൽഫാത്തിഹ. അൽഫാത്തിഹ വിളിക്കുന്നിടത്തെല്ലാം ഗാന്ധിത്തല. എവിടൊക്കെ അൽഫാത്തിഹ ഉണ്ടോ അവിടൊക്കെ ഒരു കച്ചവടം ഉണ്ട്. അതിന്റെ അർത്ഥം ദുആ ഇല്ല എന്നാണോ? അതിന്റെ വ്യത്യാസം എവിടെ നിന്നറിയോ? നിങ്ങൾ 4ാം ക്ലാസ് പഠിക്കണേ ഇവിടുത്തെ വിസ്തത്തിന്റെ മദ്രസ ഉണ്ടല്ലോ, അവിടുത്തെ കുട്ടിയോട് നിങ്ങൾ ചോദിക്കും, മോനെ വാപ്പ ഗൾഫ് പോകുമ്പോ എങ്ങനെ പ്രാർത്ഥിക്കണ്ടേ? അപ്പൊ കുട്ടി പറയും, വാപ്പാന്റെ കൈ പിടിക്കണം, അസ്തൗദില്ലാഹ ദീനക വ അമാനതക എന്ന് പറഞ്ഞ് വാപ്പാക്ക് വേണ്ടി ദുആ ചെയ്യണമെന്ന് ആ കുട്ടി പറയും. ഇനി നിങ്ങൾ ആലോചിച്ചൊക്കെ, നാട്ടും പുറത്ത് സാധാരണ നമ്മുടെ മക്കളോട് നിങ്ങൾ ചോദിക്കും, മോനെ വാപ്പ ഗൾഫ് പോകുമ്പോ എങ്ങനെ ദുആ ചെയ്യാ? ഓൻ പറയും, പള്ളിയിൽ ഉസ്താദിനെ വിളിച്ചോണ്ടിരണം. ഇതാണ് അതിന്റെ മാറ്റം. ആ കുട്ടികൾക്ക് പ്രാർത്ഥന എന്താന്ന് പറഞ്ഞു കൊടുത്തില്ല. മരിച്ച വീട്ടിൽ നമ്മൾ ചെല്ലും, എന്നിട്ട് നമ്മൾ മയ്യത്ത് എക്സിബിഷൻ കാണുന്ന പോലെ മയ്യത്ത് കണ്ട് പുറത്തിറങ്ങിക്കും. അതിൻ്റെ ഇടയിൽ ഏതെങ്കിലും ഒരു ഉസ്താദ് വന്നാൽ ഫാത്തിഹ വിളിച്ച് നമ്മൾ അവിടെ ഉസ്താദിന്റെ ശ്വാസം വിടുന്നതിനനുസരിച്ച് നമ്മൾ ആമീൻ പറയും അല്ലേ? നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ഇവിടെ ഖുർആൻ ക്ലാസ്സിന് വരണ, അല്ലെങ്കിൽ പീസ് റേഡിയോയിലൂടെ ദീന് പഠിക്കണേ ഒരു ഉമ്മമാരോട്, സഹോദരിമാരോട്, പുരുഷന്മാരോട് നിങ്ങൾ ചോദിക്കും, ഒരു മയ്യത്ത് കാണുമ്പോൾ എങ്ങനെ പ്രാർത്ഥിക്കുക? അബൂ സലമ റളിയല്ലാഹു അൻഹു മരണപ്പെട്ടപ്പോ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂ സലമ റളിയല്ലാഹു അൻഹുവിന്റെ ജനാസ കാണാൻ വന്നു. അവിടുന്ന് ദുആ ചെയ്യുന്നുണ്ട്, അല്ലാഹുമ്മ അഗ്ഫിർലി അബീ സലമത, അബൂ സലമക്ക് നീ പൊറുച്ചു കൊടുക്കണേ അല്ലാ. ആ ഹദീസുമായി ബന്ധപ്പെട്ട് ഉലമാക്കൾ പറയാണ്, മയ്യത്തിന്റെ പേര് പറഞ്ഞ് ദുആ ചെയ്യാ, അതല്ലെങ്കിൽ അല്ലാഹുമ്മ അഗ്ഫിർലി ഹാദൽ മയ്യിത്ത് എന്ന് പറഞ്ഞ് അല്ലാഹുമ്മ അഗ്ഫിർലി ഫുലാൻ എന്ന് പറഞ്ഞ് ദുആ ചെയ്യാം അല്ലേ? പ്രാർത്ഥന ഇല്ലേ? പ്രാർത്ഥന ഉണ്ട്. യാത്ര ഇറങ്ങുമ്പോൾ പ്രാർത്ഥന ഇല്ലേ? പ്രാർത്ഥന ഉണ്ട്. ഞാൻ ഈ സാധാരണക്കാരനോട് വേണ്ടി പറയാട്ടോ, നമ്മളിവിടെ ജോലി ഇല്ലാതെ പ്രയാസപ്പെട്ട് നാട്ടും പുറത്തൊക്കെ നടക്കുമ്പോൾ ഒരു വിസ ഒത്തു വന്നു വിചാരിക്കാൻ. ആ വിസക്ക് അത്യാവശ്യം എക്സ്പെൻസ് വന്നാൽ ഒരുപക്ഷെ വീട് പോലും ഹറാമായ രൂപത്തിൽ പലിശക്ക് പണയം വെച്ചൊക്കെ പോകുന്ന ആൾക്കാരുണ്ട്. ഞാൻ വിഷയതാണ്, ആ പൈസ ഒക്കെ സ്വരൂപിച്ച് കലണ്ടറൊക്കെ നോക്കി ഒരു ദിവസം സെലക്ട് ചെയ്യും. കുറച്ച് മുമ്പൊക്കെ അങ്ങനെയാണ്. ഇപ്പോൾ ആൾക്കാർക്ക് ബോധം വന്നു, ഫ്ലൈറ്റ് റേറ്റ് എന്നാൽ കുറവെച്ചെങ്കിൽ അന്ന് ടിക്കറ്റ് എടുക്കാൻ തുടങ്ങി. പണ്ടൊക്കെ പള്ളിയിൽ ഖത്തീബ് പറഞ്ഞു കൊടുക്കുക, ആ ദിവസം പറ്റൂല, ഈ ദിവസം പറ്റൂല. എന്നിട്ട് ആ ദിവസമൊക്കെ നോക്കി അവൻ പള്ളിയിൽ ഉസ്താദിനെയും വിളിച്ച് ഒരു അൽഫാത്തിയൊക്കെ വിളിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങി സൗദി അറേബ്യയുടെ ജിദ്ദ എയർപോർട്ടിൽ പോയി ഇറങ്ങി. അൽഹംദുലില്ലാ നല്ലൊരു ജോലിയായി, തരക്കേടില്ലാത്ത വരുമാനമൊക്കെ ആയി. 2 കൊല്ലം കഴിഞ്ഞ് കുറച്ച് പൈസ ഒക്കെ നാട്ടിക്ക് വരുമ്പോൾ ജിദ്ദയിലെ റൂമിൽ അവിടുത്തെ പള്ളിയിൽ ഉസ്താദിനെ കൊണ്ടുവന്ന് അൽഫാത്തിയെ വിളിച്ചിട്ട് ഇങ്ങോട്ട് വരണം, എത്ര ആൾക്കാരുണ്ട് നമ്മളെ കൂട്ടത്തിൽ. അന്താ പൈസ കിട്ടിയപ്പോൾ നമ്മൾ അള്ളാനെ മറന്നോ? ഇനി ജിദ്ദ എന്ന് വേണ്ട, മലേഷ്യ ആയിക്കോട്ടെ. ഇനിയിപ്പോൾ സൗദി ആയതുകൊണ്ട് അവിടെ സലഫികളെന്ന് പറയേണ്ട, മലേഷ്യ ആയിക്കോട്ടെ. ഇനി അതല്ല ഇവിടെ ദുബൈയിലോ കുവൈറ്റിലോ ഖത്തറിലോ ഒമാനിലോ എവിടെയെങ്കിലും നമ്മൾ അങ്ങനെ ചെയ്യോ?
കാരണം വീണ്ടും ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ അൽഫാത്തി, അവിടെ ഇങ്ങോട്ട് വരുമ്പോൾ അൽഫാത്തി ഇല്ല. കാരണം എന്താ അറിയോ, ഈ കേരള മോഡൽ ഉസ്താദുമാർ അവിടെ ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിന്റെ കച്ചവടങ്ങൾ കടന്നു വന്നു. ഇനി രണ്ടാമത്തെ പോയിന്റ്, ബിദ്അത്ത് വരുമ്പോൾ സുന്നത്ത് തകരാൻ ഇസ്ലാമിലുള്ള ആചാരം പിടിച്ച ഒരു തകരാറുണ്ടാവില്ല. അപ്പൊ നിങ്ങൾ ആലോചിച്ചൊക്കെ നമ്മൾ പറയലുണ്ട്, ഈ സലഫികൾ സ്വലാത്തിനെതിരാന്നൊക്കെ പറയലുണ്ട്. അതിന്റെ കാരണം എന്താ അറിയാം, ഇപ്പൊ നമ്മളിവിടെ നിങ്ങളുടെ മലപ്പുറത്ത് കോണോമ്പാറയിൽ സ്വലാത്ത് നഗർ, അങ്ങനെയുള്ള നഗറിക്കൊന്നും നമ്മൾ പോകലില്ല. സ്വലാത്ത് കച്ചവടത്തിന് നമ്മൾ നിൽക്കലില്ല. ഞാൻ പറഞ്ഞു ബിദ്അത്ത് വരുമ്പോൾ സുന്നത്ത് തകരുന്നുള്ളതിൻ്റെ ഒരു തെളിവ് പറയാം. അധിക വർഷമായിട്ടില്ല, മലപ്പുറത്ത് ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ആളുകളാണല്ലോ. ഇപ്പോൾ ഞാനൊക്കെ ഒരു 37 വയസ്സ് കഴിഞ്ഞ ഒരാളാണ്. എൻ്റെ ഓർമ്മയിലാണ് മലപ്പുറം ജില്ലയിൽ കോണമ്പാറയിലെ സ്വലാത്ത് നഗർ തുടങ്ങിയത്. അപ്പോൾ എന്നെക്കാൾ ഏജുള്ള ആളുകൾക്ക് അറിയാലോ ഏത് വർഷം ഇവിടെ തുടങ്ങിയെന്നല്ലേ. അതിന് ആദ്യത്തെ കേരളത്തെ റമദാനിൽ അവസാനത്തെ 10 സ്വലാത്ത് നഗറിക്ക് വരിക എന്ന് പറഞ്ഞ് തുടങ്ങിയത് അവിടെയാണ്. തൊട്ടു പിന്നാലെ ഞങ്ങളുടെ നാടായ തൃശ്ശൂർ ജില്ലയിലെ ഇവിടെ 27 രാവിന് വന്നു, 23 രാവിന് കൂരിക്കുടിയിൽ സ്വലാത്ത് നഗർ വന്നു, പിന്നെ കൊല്ലം ജില്ലയിലെ കാദ്സിയയിലെ സ്വലാത്ത് നഗർ വന്നു. ചുരുക്കി പറഞ്ഞ റമദാനിലെ 21, 23, 25, 27, 29 ഒറ്റയാക്കപ്പെട്ട രാവ് മുഴുവൻ ആളുകൾ പള്ളിയിൽ നിന്ന് പുറത്തേക്ക് വന്നു തുടങ്ങി. ഇനി ഇങ്ങോട്ട് നോക്കേ, പ്രവാചകന്റെ സുന്നത്ത് എന്താ? അള്ളാന്റെ മുത്ത് റസൂൽ അവസാന 10 അള്ളാന്റെ പള്ളിയിലെ ഇത്തികാഫിരിക്കാറുണ്ടായിരുന്നു. ഈ ലോകത്തോട് വിട പറയുന്ന കൊല്ലമില്ലേ, 20 ദിവസമാണ് ലോകത്തിന്റെ പ്രവാചകൻ ഇത്തികാഫിരുന്നത്. 20 ദിവസമാണ് ഇത്തികാഫിരുന്നത്. അവസാനത്തെ 10 അള്ളാന്റെ പള്ളിയിലാണ് ലോകത്തിന്റെ പ്രവാചകൻ ഇരുന്നത്. നമ്മളൊക്കെ പള്ളി വിട്ട് പുറത്തേക്ക് പോയി. ഇത് അറിയാത്തോണ്ടൊന്നും എല്ലാവർക്കും. കാരണം റബീഉൽ അവ്വൽ മാസത്തിൽ നബിദിനത്തിന് ഡുണ്ടുണ്ടും ദഫ് കൊട്ടും എന്താ പറഞ്ഞത്? 30 നാളിലെ നോമ്പിന്റെ പോരിഷ കഥയിലൊന്ന് മൊതുങ്ങൂല, മുത്ത് റസൂലെന്ന് പാതിരാവിലും മുസല്ലാ വിട്ടിട്ടിറങ്ങാറില്ല. അള്ളാന്റെ റസൂല് പാതിരാത്രി പോലും മുസല്ല വിട്ട് പള്ളിയിൽ നിന്ന് പോവില്ല. ഇത് നമ്മൾ പാടിയിട്ടാണ് മുസല്ലിം കൊണ്ട് ഓടിയത് അല്ലേ? അപ്പോ ബിദ്അത്ത് വന്നപ്പോ യഥാർത്ഥമായ സുന്നത്തുകൾ നശിക്കാൻ തുടങ്ങി എന്നല്ലാൽ. പെരുന്നാളിന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജബ്ബാന എന്ന് പറഞ്ഞ മുസല്ലായിലാണ് പ്രവാചകൻ പെരുന്നാൾ നിസ്കരിച്ചത്. അന്ന് നമ്മൾ എല്ലാവരും തിരിച്ചെവിടേക്ക് കയറ്റി? പള്ളിക്കൂടി കയറ്റി. പുറത്ത് നിസ്കരിച്ചാൽ ശരിയാവില്ല എന്ന് പറഞ്ഞു അല്ലേ? എന്താണോ റസൂൽ എന്ന് പറഞ്ഞതിന് നേരെ. ഞാൻ ആ സ്വലാത്തിന്റെ വിഷയം പറഞ്ഞുകൊണ്ട് അത് പറഞ്ഞു എന്ന് മാത്രം. അതുപോലെ തന്നെ പ്രവാചകന്റെ ജന്മദിനം ആഘോഷിക്കുന്ന ആളുകളോട് നിങ്ങൾ റസൂൽ ജനിച്ച ദിവസം എങ്ങനെ കാണാനാണ് നമ്മളോട് പറഞ്ഞേ? സ്വഹീഹ് മുസ്ലിം 1172 നമ്പർ ഹദീസ്. തിങ്കളാഴ്ച നോമ്പിനെ സംബന്ധിച്ച് ചോദിക്കപ്പെടുമ്പോ അവിടെ നിന്ന് പറഞ്ഞു, ഫീഹി വുലിതു, ഞാൻ ജനിച്ചതാ തിങ്കളാഴ്ചയാ, വബുഇസ്തു, എന്നെ പ്രവാചകനായി നിയോഗിക്കപ്പെട്ടത്, ഔ ഉൻസില അലയ്യൽ ഖുർആൻ, അതല്ലെങ്കിൽ എനിക്ക് ഖുർആൻ അവതീർണമായതും ഒരു തിങ്കളാഴ്ചയാണ്. ഞാൻ ജനിച്ചത് തിങ്കളാഴ്ച, എന്നെ നബിയായി നിയോഗിച്ചത് തിങ്കളാഴ്ച. നോക്കണേ, എനിക്ക് വേദഗ്രന്ഥം അവതരിച്ചത് തിങ്കളാഴ്ച. ഹിറാ ഗുഹരത്തിന്റെ മുകിരത്തില് ലോകത്തിന്റെ പ്രവാചകൻ ഏകനായിരിക്കുമ്പോ നുബുവത്തിന്റെ ഇളം തെന്നലുമായി മലക്കു ജിബ്രീൽ അള്ളാന്റെ ഹബീബിന്റെ മുമ്പ് പെയ്തിറങ്ങിപ്പോയ നിമിഷമുണ്ടല്ലോ. ഇഖ്റഅ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്ന് പറയുന്ന മനോഹരമായ ഖുർആനിന്റെ വചനങ്ങൾ അവതീർണത കുറിച്ചു പോയത് അതൊരു തിങ്കളാഴ്ചയാണ്. അതുകൊണ്ട് എല്ലാ തിങ്കളും നിങ്ങൾ നോമ്പെടുത്തോ. മുല്ല ഉമർ എന്ന് പറയുന്ന പച്ച ഷിയാ വിശ്വാസി അള്ളാഹുവിന്റെ കഅബാലയത്തിലെ ഹജറുൽ അസ്വദിനെ മോഷ്ടിക്കാൻ ശ്രമിച്ച ഫാത്തിമിയാക്കള് ആ ഹജറുൽ അസ്വദ് കിട്ടാത്തതിന്റെ ദേഷ്യത്തില് ദൂരെ നിന്ന് അമ്പ് ചെയ്ത് ഹജറുൽ അസ്വദിനെ 7 കഷ്ണമാക്കി മാറ്റിയതും ഫാത്തിമിയാക്കള് ഇന്ന് ആ 7 കഷ്ണത്തിന് ഹജറുൽ അസ്വദിനെ കഅബാലയത്തിൽ ഒട്ടിച്ചു വെച്ചിരിക്കുകയാണ്. അവർ ലോകത്തോട് ഒരു ആചാരം പഠിപ്പിച്ചു. റബീഉൽ അവ്വൽ 12 നബിദിനം കൊണ്ടാടണം. 6 ആൾക്കാരെ ജന്മദിനം പറഞ്ഞു. അത് ഫാത്തിമ ബീവിയുണ്ട്, ഹസൻ റളിയല്ലാഹുവിനുണ്ട്, ഹുസൈൻ റളിയല്ലാഹുവിനുണ്ട്, അലി റളിയല്ലാഹുവിനുണ്ട്, റസൂലുണ്ട്, ഖലീഫത്തുൽ ഹാദിർ എന്ന് പറയുന്ന അന്നത്തെ ഭരണാധികാരി. അങ്ങനെ 6 പേരുടെ ജന്മദിനം. പിന്നീട് അത് നിലച്ചുപോയി. പിന്നെ മുദഫർ രാജാവ് വീണ്ടും കെങ്കേമമാക്കി. നിങ്ങൾ ആലോചിച്ചൊക്കെ, തിങ്കളാഴ്ച റബീഉൽ അവ്വൽ 12 വന്ന നമ്മൾ നോമ്പെടുക്കോ പുട്ടടിക്കോ? ആരുടെ പാതയെ നമ്മൾ സ്വീകരിക്കുക? ആരുടെ പാതയെ സ്വീകരിക്കുക? നമ്മൾ മുല്ല ഉമർ എന്ന ഷിയാനെ സ്വീകരിച്ചു, മുത്ത് നബീനെ വലിച്ചെറിഞ്ഞു. ബിദ്അത്ത് വന്നാൽ സുന്നത്ത് തകരുമെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇനി
ബിദ്അത്ത് സുന്നത്തായ ഏത് ആചാരങ്ങൾ എടുത്തോ അത് തൗഹീദാണ്. ബിദ്അത്തിലൂടെയാണ് ശിർക്ക് വന്നത്. കുറച്ച് കാര്യമായിട്ട് പറയാനുള്ളത് അവിടെയാണ്. സുന്നത്തിൽ തൗഹീദേ ഉള്ളൂ, ബിദ്അത്തിലൂടെയാണ് ശിർക്ക് വന്നത്. പ്രിയമുള്ളവരെ, എന്താണ് ഇസ്ലാമിന്റെ സ്വലാത്ത്? നമ്മൾ പറയില്ലേ സലഫികള് സ്വലാത്തില്ലാത്തവരാന്ന് ആൾക്കാർ പറയാം. എന്തുകൊണ്ടാ സ്വലാത്തില്ലാത്തവരാ പറയണേ? സ്വലാത്തിനെ കച്ചവടം ചെയ്യാനോ പുത്തൻ സ്വലാത്തിന്റെ പുറകിലോ നമ്മൾ ഓടൂല്ല. നമ്മൾ പറഞ്ഞു ധാരാളമായി സ്വലാത്ത് ചൊല്ലണം എന്നാ പറയാം. എന്താണ്, ഇപ്പൊ ഞാനിവിടെ മലപ്പുറത്ത് വന്ന് പ്രസംഗിച്ച് നിങ്ങളോട് പറയാം, ഈ പ്രോഗ്രാമിന് ചെലവുണ്ട്, അതുകൊണ്ട് കഴിവിന്റെ പരമാവധി എല്ലാവരും സ്വതക്ക തന്നിട്ട് പോകണമെന്ന് പറഞ്ഞ് ഈ മൈക്ക് ഇവിടെ ചരിച്ചു വെച്ച് ഒരു കസേരട്ട് ബക്കറ്റിട്ട് അവിടെ ഇരുന്ന് പൈസയുള്ളവരൊക്കെ കയറി വരാ സല്ലല്ലാഹു അലാ, ഈ പണിക്ക് നമ്മൾ നിൽക്കൂല. അപ്പൊ പറഞ്ഞു, കണ്ടോ ഇവര് സ്വലാത്തില്ലാത്തവരാന്ന് പറഞ്ഞു. സദസ്സിന് ആവേശം കൊള്ളിക്കാൻ വേണ്ടിയിട്ടൊരു സ്വലാത്ത്, അതിലെ അപകടം നമ്മൾ അറിയണില്ല. നമ്മൾ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ആൾക്കാരെ മോശക്കാരാക്കി പറയാനാണ്. അല്ല, അതിലൊരു വലിയ തിന്മ നടക്കുന്നുണ്ട്. എന്താണെന്നറിയോ? ഞാൻ കുറച്ചു നേരം സംസാരിച്ച് സദസ്സ് വാടണമെന്ന് കണ്ടാൽ ഉടനെ എന്താ ഹബീബിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലാത്തത്? ഹബീബായ റസൂലുള്ളാഹ്, അഷ്റഫുൽ ഖൽഖായ റസൂലുള്ളാഹ്, യാ മൻ യംലഇൽ ബത്ന ബിശ്ശഈർ, യാ മുഹമ്മദുർ റസൂലുള്ളാഹ്, യാ മൻ ലം യൽബസിൽ ഹരീർ, യാ മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇത് കേൾക്കുമ്പോൾ സദസ്സിങ്ങനെ ആവേശം കൊള്ള. നമ്മൾ ഈ പറഞ്ഞ വാക്കെന്തെന്നറിയോ? നിങ്ങൾക്ക് അലമുറയിട്ട് പറഞ്ഞ ഈ വാക്കെന്തെന്നറിയോ? അതൊരു ദുആയാണ്, അതൊരു പ്രാർത്ഥനയാണ്. അല്ലാഹുവേ, ഞങ്ങളുടെ മുത്ത് നബിക്ക് ഗുണവും രക്ഷയും ഏകണേ അല്ലാഹ്. അങ്ങനെ അലമുറ ഇട്ടിട്ടാണോ നമ്മൾ പ്രാർത്ഥിക്കുക? ആണോ? ഈ പരിപാടിക്ക് നമ്മൾ നിൽക്കാത്തോണ്ട് പറഞ്ഞു സ്വലാത്തില്ല ചോരാന്ന് പറഞ്ഞു. നിങ്ങൾ ആലോചിച്ചൊക്കെ. ഇനി മാത്രമല്ല, ഇപ്പണ്ട് ഈ വീടുകളിലൊക്കെ ഒരു സ്ലിപ്പ് കൊണ്ടുവന്ന് തരല്. 2010 സൗത്ത് കർണാടകയിലെ അൽ അൻസാർ എന്ന് പറയുന്ന ഒരു മാസികയിലെ ഒരു ലേഖനം വന്നു. SSF നിന്ദ 5 കോടി സ്വലാത്ത്, SSF 5 കോടി സ്വലാത്ത് മുത്തനബിക്ക് അയച്ചു കൊടുക്കണം. അതുകൊണ്ട് ഓരോ യൂണിറ്റ് ഓരോ ലക്ഷം സ്വലാത്ത് വീതം സെൻട്രൽ കമ്മിറ്റിക്ക് അയച്ചു കൊടുത്തിട്ട് സെൻട്രൽ കമ്മിറ്റി അത് റസൂലുള്ളാഹിക്ക് അയച്ചു കൊടുക്കുന്ന. അപ്പോ അത് പിന്നെ നമ്മുടെ കേരളത്തേക്ക് വന്നു. നമ്മളിങ്ങനെ ആ സ്ലിപ്പിൽ ഇങ്ങനെ എഴുതപ്പോൾ ഞാൻ എൻ്റെ പേര് എഴുതി ഷാഫി ഹുസൈൻ 6214 സ്വലാത്ത്, എൻ്റെ ഉമ്മാൻ്റെ പേര് എഴുതി ഇത്ര സ്വലാത്ത് എഴുതി അത് നേരെ കൊണ്ടുപോയി കൊടുത്താൽ അത് പിന്നെ കൂറത്തങ്ങളോ ബായാർ തങ്ങളോ ഹലീൽ തങ്ങളോ ഒക്കെ വന്ന് റസൂലുള്ളാഹിക്ക് എന്ത് ചെയ്യും? ചവിട്ടിക്കയറ്റി അയച്ചു കൊടുക്കുന്ന. നമ്മൾ പറഞ്ഞ എന്താണ്? നമ്മൾ പറഞ്ഞു മലപ്പുറത്ത് ഉമ്മ വീടിന്റെ അകത്തളങ്ങളിൽ ഇരുന്ന് ധാരാളം ധാരാളം സ്വലാത്ത് ചൊല്ലിക്കോ. അത് മുത്തുനബിക്ക് എത്തിക്കാൻ അല്ലാഹു മലായിക്കത്തുകളെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ഒരു പുരോഹിതന്റെയും കാലിന്റെ ചോട്ടിൽ നിങ്ങൾ കൊണ്ടുപോയി വെക്കണ്ട. ധാരാളം സ്വലാത്ത് ചൊല്ലി. ഇനി സത്യത്തിലെ ആ സ്വലാത്ത് കൊണ്ട് കിട്ടേണ്ട ബെനിഫിറ്റ് എന്താണെന്നറിയാം? അതുകൊണ്ട് കിട്ടുന്ന നേട്ടം എന്തെന്നറിയാം? ഒരു സ്വലാത്ത് ചൊല്ലിയാൽ അള്ളാഹു 10 ഗുണം ചെയ്യുന്ന. നമ്മൾ സ്വലാത്ത് ചൊല്ലില്ല വെച്ചിട്ട് മുത്തനബിക്ക് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. അള്ളാഹു സ്വർഗീയ ലോകത്ത് ആദ്യമായി കടന്നു വരുന്നത്, ആദ്യമായി സ്വർഗത്തിലൂടെ പ്രവേശിക്കുന്നത്, സ്വർഗത്തിൽ അല്ലാഹു കൊട്ടാരം പണിത് കാത്തിരിക്കുന്നു. റിയാദുസ് സാലിഹീൻ 1549 നമ്പർ ഹദീസാണ്. അത്രയും സ്ഥാനം അല്ലാഹുവിന്റെ ഹബീബിനുണ്ട്. എന്നിട്ട് നമ്മൾ സ്വലാത്തിൽ എന്തിനാ? ഒരു സ്വലാത്ത് ചൊല്ലിയാൽ നമുക്ക് 10 ഗുണം കിട്ടും. നമ്മളുടെ തൗഹീദിനെ ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി എന്താ സുന്നത്തായ സ്വലാത്ത്? നമുക്ക് അറിയണില്ല. ഈ നാട്ടും പുറത്ത് ഒരാളോട് നിങ്ങൾ ചോദിച്ചോക്കെ, മോനെ മുത്തനബിക്ക് വേണ്ടി എങ്ങനെയാടാ സ്വലാത്ത് ചൊല്ലുക? അവൻ പറയും അല്ലാഹുമ്മ സ്വല്ലി സ്വലാത്തൻ കാമില വസല്ലിം സലാമൻ താമൻ. അല്ലടാ, അതിന് ആര്യ സ്വലാത്തല്ലേ? റസൂലുള്ളാഹിന്റെ നാവുകൊണ്ട് പഠിപ്പിച്ചു. അതായത് അങ്ങനെ ഒരു സ്വലാത്ത് നമ്മുടെ അത്തഹിയ്യാത്തിൽ ചെല്ലണ സ്വലാത്തില്ലേ? അപ്പൊ എവിടെ നിന്ന് ചൊല്ലണം എന്നറിയോ? അത്തഹിയ്യാത്തുൽ മുബാറകാത്ത് സ്വലവാത്ത് തയ്യിബാത്തുൽ എങ്ങനെ ചൊല്ലി വരുമ്പോൾ കിട്ടി അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. അത് സ്വലാത്താണെന്ന് പോലും അറിയാത്ത ആൾക്കാരില്ലേ നമ്മുടെ കൂട്ടത്തിൽ? ഇല്ലേ? ഖുർആനിന്റെ മനോഹരമായ ആയത്തിറങ്ങുകയാണ്. ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമൂ തസ്ലീമാ. അല്ലാഹു മുത്തനബിക്ക് ഗുണം ചെയ്യുന്നുണ്ട്, മലക്കുകൾ ഗുണത്തിന് വേണ്ടി തേടുന്നുണ്ട്. വിശ്വാസികളെ, ധാരാളം സ്വലാത്തും സലാമും നിങ്ങൾ ചൊല്ലണേ എന്ന് ആയത്തിറങ്ങുമ്പോ സ്വഹാബത്തോടി വരുന്നു റസൂലുള്ളാഹിന്റെ
മുമ്പിലോട് അള്ളാഹുവിന്റെ നബിയെ എങ്ങനെയാണ് സലാം പറയേണ്ടതെന്ന് അങ്ങ് പഠിപ്പിച്ചു തന്നിട്ടുണ്ടെങ്കിൽ കൈഫ നുസല്ലി അലൈക യാ റസൂലല്ലാഹ്, എങ്ങനെയാണ് സ്വലാത്ത് ചൊല്ലേണ്ടത് എന്ന് ചോദിക്കുമ്പോ റിസാലത്തിന്റെ പൂച്ചുണ്ടുകൾ ചലിക്കുകയാണ്. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. 7ഓളം വരുന്ന വ്യത്യസ്തമായ സനദുകളിലൂടെ കാണാ. അല്ലാഹുവേ മുഹമ്മദ് നബിക്ക് നീ ഗുണം ചെയ്യണേ അല്ലാ, അവിടുത്തെ കുടുംബത്തിന് ഗുണം ചെയ്യണേ അല്ലാ, ഇബ്രാഹിം നബിക്കും കുടുംബത്തിനും നീ ഗുണം ചെയ്ത പോലെ അല്ലാഹുവോട് നബിക്ക് വേണ്ടി ചോദിക്കാൻ. ഇനി പുതിയ സ്വലാത്തിന്റെ പ്രശ്നം എന്താ? ഇപ്പൊ കോഴിക്കോട് ഒരു പുസ്തകം ഇറങ്ങുന്നുണ്ട്, താജുസ് സ്വലാത്ത്. അതിൽ താജുസ് സ്വലാത്ത് മാത്രമല്ല 110ഓളം സ്വലാത്തുണ്ട്. അതിലാരോടെ തേടുന്ന ഖുദ്ബിയദീ ഖദലാക തഹീലതി വഅദ്രിക്നി യാ റസൂലല്ലാഹ്. ഖുദ്ബിയദീ എന്റെ കൈക്കൊന്ന് പിടിക്കണേ, ഖദലാക തഹീലതി എന്റെ സൂത്രമൊക്കെ ഇടുങ്ങിപ്പോയിട്ടുണ്ട്, വഅദ്രിക്നി യാ റസൂലല്ലാഹ് എന്നെ ഒന്ന് സ്വീകരിക്കണേ നബിയേ. നമുക്ക് വേണ്ടി നബിയോട്, റസൂലുള്ള പഠിപ്പിച്ചതിൽ റസൂലുള്ളാഹ്ക്ക് വേണ്ടി അള്ളാഹിനോട്. ഇതാണ് റസൂലും സമസ്തയും തമ്മിലുള്ള വ്യത്യാസം, തൗഹീദും ശിർക്കും തമ്മിലുള്ള വ്യത്യാസം. നിങ്ങൾ നോക്കിയേ, മുത്തുനബിയുടെ പേര് കേൾക്കുമ്പോ ആ നബിയോട് തേടാനല്ല, ആ റസൂലുള്ളാഹ്ക്ക് വേണ്ടി അള്ളാഹിനോട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മറ്റുള്ള പ്രവാചകന്മാരുടെ പേര് കേൾക്കുമ്പോ അവരോട് തേടാനല്ല, അവർക്ക് വേണ്ടി അള്ളാഹിനോട് അലൈഹിസ്സലാം. സഹാബത്തുൽ കിറാമാകുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ഔലിയാക്കളുടെ പേര് കേൾക്കുമ്പോ അവരോട് തേടാനില്ല, അവർക്ക് വേണ്ടി അല്ലാഹുവോട് റളിയല്ലാഹു അൻഹും. 9-ാം അധ്യായം സൂറത്ത് തൗബ 100-ാമത്തെ ആയത്താണ്. മഹാന്മാരുടെ പേര് കേൾക്കുമ്പോ അവരോട് തേടാനില്ല, അവർക്ക് വേണ്ടി അല്ലാഹുവോട് റഹ്മത്തുള്ളാഹി അലൈഹി. എത്ര പെർഫെക്റ്റ് ഇസ്ലാം! നമ്മളതിനെ മാറ്റി തിരുത്തിയതാണ്. ഓ, സുന്നത്തിൽ എവിടെയും പ്രശ്നമില്ല. ഇപ്പൊ നിങ്ങൾ ആലോചിച്ചോ, ഈ പാമ്പ് കടിയുടെ ഒരു സീസൺ ആണല്ലോ ഇപ്പോ, ചൂട് കൂടിയിട്ട് ആകെ പാമ്പിന്റെ പ്രശ്നങ്ങൾ. എവിടെ തകരാറ് വരുന്നത് നിങ്ങൾ ആലോചിച്ചാൽ മതി. ഇപ്പൊ ഞാന് ളുഹർ നിസ്കാരം കഴിഞ്ഞ് എന്റെ വീട്ടിലേക്ക് വരികയെന്ന് വിചാരിച്ചു. വീടിന്റെ മുറ്റത്തൊരു പാമ്പ്, അതിനെ തല്ലിക്കൊന്നു. ളുഹറൊക്കെ കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുമ്പോൾ 2ാമതൊരു പാമ്പ്, അതിനെയും കൊന്നു. അസറിന്റെ നേരത്തെ 3ാമത്തെ ഒരു പാമ്പ്, അതിനെയും കൊന്നെങ്കിൽ എന്റെ മനസ്സ് അസ്വസ്ഥാവാൻ തുടങ്ങി. ഞാൻ വേഗം പള്ളിയിൽ ഉസ്താദിന്റെ അടുത്ത് പോയി ചോദിച്ചു, ഉസ്താദ് 3 പാമ്പിനെ കാണാൻ എന്താ ചെയ്യാൻ? ഉസ്താദ് പറയും, റിഫായ് ഷെയ്ന്റെ പേരിൽ യാസീൻ ഓദിക്കോ, പാമ്പിന്റെ ആള് മൂപ്പരാണ്. ഇതാണ് സാധാരണ പറയാ. മുത്തുനബിയുടെ അടുക്കലേ ഒരാൾ വന്നിട്ട് പറഞ്ഞു, റസൂലേ എന്നൊരു തേള് കടിച്ചിട്ടുണ്ട്. അള്ളാന്റെ ഹബീബ് പറയാണ്, നീ നേരം വൈകിച്ചപ്പോ അഊദു ബികലിമാത്തില്ലാഹി താമ്മാതി മിൻ ശർരി മാ ഖലഖ് എന്ന് നീ ദുആ ചെയ്തിരുന്നുവെങ്കിൽ ആ ക്ഷുദ്രജീവി നിന്നെ ഉപദ്രവിക്കില്ലായിരുന്നോ. പ്രിയമുള്ളവരെ, ആത്മീയമായി എങ്ങനെയാണ് പാമ്പിന്റെ ഉപദ്രവങ്ങളിൽ നിന്ന് രക്ഷ തേടാ? അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു തന്ന ദിക്റാണ് അഊദു ബികലിമാത്തില്ലാഹി താമ്മാതി മിൻ ശർരി മാ ഖലഖ്. അതുപോലെ തന്നെ ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി എന്നുള്ള ദിക്റുകൾ അത് രാവിലെയും വൈകുന്നേരവും ചൊല്ലാ. ക്ഷുദ്രജീവികൾ നിങ്ങളെ ആക്രമിക്കൂല. റസൂലുള്ളാഹിന്റെ പ്രത്യേകത അതാണ്. നമ്മൾ നേരെ പടപ്പിലേക്ക്. കാരണം എന്താ അറിയോ, റസൂലുള്ള നമ്മുടെ നാട്ടിൽ നിന്ന് അങ്ങനെയാണ്. ഇപ്പോ കല്യാണം നടക്കാൻ ഒരു സ്ഥലം, കുട്ടികൾ ഉണ്ടാവാൻ ഒരു സ്ഥലം. പാലക്കാട് ജില്ലയുടെ പുത്തരിപ്പാടത്ത് വള്ളിയുടെ മേലെ തൊട്ടിൽ കെട്ടി കൊടുക്കും ആൾക്കാർ കുട്ടികൾ ഉണ്ടാവാൻ വേണ്ടിയിട്ട്. അതുപോലെ കല്യാണം ശരിയാവാന്, കച്ചവട ആവശ്യങ്ങൾക്ക് വേണ്ടി സത്യം ചെയ്യാൻ ഒരു സ്ഥലം. കഅബയിലും ഇങ്ങനെ തന്നെ ഇരുന്നു. റസൂലുള്ളാഹി വരുന്നതിന് മുമ്പ് കുറെ വിഗ്രഹങ്ങളുണ്ട്. അതിന്റെ ആവനാഴിയിൽ അമ്പുകളാണ് കച്ചവടത്തിന്, കല്യാണത്തിന്. അവരോട് റസൂലുള്ളാഹി ഒരു ആയത്ത് ഓതി കൊടുത്തു, തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്കു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. എല്ലാറ്റിനും കഴിവുള്ള അല്ലാഹ്, അവൻ എത്രയോ പരിശുദ്ധനാണ്. അറബിലേക്ക് ഇങ്ങ് പോരെ, അറബിലേക്ക് ഇങ്ങ് പോരെ, അവിടെ തീരാവുന്ന വിഷയമുള്ളൂ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അതുപോലെ തന്നെ ഇസ്ലാമിൽ ഒരു സുന്നത്താണ് ഖബർ സിയാറത്ത് എന്ന് പറയണേ. സുന്നത്താണ്. ആ ഖബർ സിയാറത്ത് ചെയ്താൽ നോക്കേ, നമ്മൾ പലപ്പോഴും പറയും മുജാഹിദർക്ക് ഖബർ സിയാറത്ത് ഇല്ല എന്നാ പറയാം. അത് വെറുതെ അല്ല. ഞാൻ എൻ്റെ ബാപ്പാന്റെ ഖബർ സിയാറത്ത് റോട്ടിക്ക് ഇങ്ങനെ കയറി വരാം. അപ്പൊ എൻ്റെ സ്വന്തം ബ്ലഡ് റിലേഷനിൽപ്പെട്ട ഒരുത്തൻ ബുള്ളറ്റ് കൊണ്ടുവന്ന് നിർത്തിയിട്ട് എന്നോട് ചോദിക്കാൻ, നീ എന്താ ഒറിജിനൽ മുജാഹിദ് അല്ലേ? അപ്പോ
ഇവരുടെ മനസ്സിലുള്ള ഒരു ധാരണ എന്താണെന്നറിയാം, മുജാഹിദർക്ക് ഖബർ സിയാറത്തില്ല, സലഫികൾക്ക് ഖബർ സിയാറത്തില്ല. നമ്മൾ പറഞ്ഞു ഖബർ സിയാറത്ത് ചെയ്തോ, ധാരാളമായി ചെയ്തോ, അത് സുന്നത്താണ്. അവിടെ പോയി ഖബറിൽ കിടക്കുന്ന വ്യക്തിക്ക് വേണ്ടി അള്ളാഹിനോട് ദുആ ചെയ്യണം എന്ന് നമ്മൾ പറഞ്ഞു കൊടുത്തു. നമ്മൾ ആലോചിച്ചൊക്കെ അത് കൃത്യമായി ഷാഫി മദ്ഹബിൽ ആ വിഷയം പഠിപ്പിച്ചു തരുന്നുണ്ട്. നമ്മളതിനെ എതിർത്തെന്തെന്നറിയോ? ജാറമാക്കുന്നതിനെ, നിലവിളക്ക് കൊളുത്തുന്നതിനെ. അതുപോലെ തന്നെ നമ്മൾ സിയാറത്തിന് പോയത് എന്തിനാണ്? ഖബറിൽ കിടക്കുന്ന ആൾക്ക് പ്രാർത്ഥിക്കാനാണോ? അല്ല, നഷ്ടപ്പെട്ടു പോയ വസ്തു തിരിച്ചു കിട്ടാൻ, കച്ചവടത്തിൽ അഭിവൃദ്ധി ഉണ്ടാവാൻ, വീടിന്റെ പണി പെട്ടെന്ന് തീരാൻ, മോളുടെ കല്യാണം പെട്ടെന്ന് ശരിയാവാൻ, ദുനിയാവിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ്. അള്ളാന്റെ ഹബീബ് ഖബർ സിയാറത്തിന്റെ ലക്ഷ്യം പറഞ്ഞ എന്താ? ഇന്ന് വരെ ഖബർ സിയാറത്ത് ചെയ്യണ്ട എന്ന് ഞാൻ നിങ്ങളോട് വിരോധിച്ചിരുന്നു. ഇനി നിങ്ങൾ ഖബർ സിയാറത്ത് ചെയ്തോ. അത് പരലോകത്തെ കുറിച്ച് ഓർമ്മയുണ്ടാക്കാനാണ്. അതുകൊണ്ട് ഖബർ സിയാറത്ത് ചെയ്യണമെന്ന് അള്ളാഹുവിന്റെ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോ ധാരാളമായി ഖബർ സിയാറത്ത് ചെയ്യാമെന്ന്. എന്തിനാ? പരലോകത്തെ കുറിച്ച് ഓർമ്മ ഉണ്ടാക്കാനാ, മരണത്തെ കുറിച്ച് ഓർമ്മയുണ്ടാക്കാനാ. നാളെ ഞാനും ഇതുപോലെ ഖബറിൽ കിടക്കേണ്ടുന്നവനാണ് എന്ന ചിന്തയുണ്ടാക്കാനാണ് അള്ളാഹു നമ്മളോട് ഖബർ സിയാറത്ത് പറഞ്ഞത്.